ഖത്തർക്കാരുടെ ആവേശം ഇത്തവണ ലോകകപ്പിനേക്കാൾ വാനോളം ഉയരത്തിലാണ്. തഹ്സീൻ മുഹമ്മദ് ജംഷിദിൽ ഖത്തർ പോരാളിയുടെ ആദ്യ ടച്ച് ആഘോഷമാക്കാൻ വളപട്ടണം ഒരുങ്ങിക്കഴിഞ്ഞു. 19കാരൻ തഹ്സീൻ മുഹമ്മദ് ജംഷിദിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി. ഖത്തറിനു വേണ്ടി ഇന്ന് കളിക്കാൻ ഇറങ്ങുമെന്ന് തന്നെയാണ് ജന്മനാടിന്റെ പ്രതീക്ഷ. ഡ്രിംബ്ലിംഗ് മികവും വിങ്ങുകളിലെ മിന്നൽ വേഗവും ആക്രമണത്തിലും കളിമെനയിലുമുള്ള കഴിവുമാണ് ഖത്തർ ദേശീയ ടീമിലെത്തിച്ചത്. ടീം തഹ്സീൻ ലോകകപ്പ് വളപട്ടണം ഫെസ്റ്റ് എന്ന പേരിൽ നാട് പൂരം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോൽക്കളിയും പാട്ടും ദഫുമുട്ടും ബാൻഡ് മേളവും അകമ്പടിയേകിയ ഘോഷയാത്ര തെരുവിൽ ആവേശമുണർത്തി. തഹ്സീന്റെ ചിത്രമുള്ള മുഖംമൂടിയും തൊപ്പിയുമണിഞ്ഞ് കായിക താരങ്ങളും ജനപ്രതിനിധികളും സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെ നാടൊന്നാകെ അതിൽ അണിനിരന്നു. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയത്തിൽ ഇന്ന് സ്വിറ്റ്സർലാൻഡിനു നേരിടേണ്ടി വരിക ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തർ ടീമിനെയാണ്. സ്പാനിഷ് കോച്ച് ഹൂലൻഡ് ലോപറ്റഗിയുടെ ആദ്യ 11-ൽ തഹ്സീന് ഇടം കിട്ടുമോ എന്ന് വ്യക്തമല്ലെങ്കിലും 30 ലക്ഷത്തിൽ പരം ഖത്തറുകാർക്കൊപ്പം 3.5 കോടി മലയാളി മനസ്സുകളും പ്രതീക്ഷയിലാണ്. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി പോരാട്ടം ഇരു ടീമുകൾക്കും രാജ്യാന്തര മേധാവിത്വം തെളിയിക്കാനുള്ള വലിയൊരു വേദിയാണ്. 4 വർഷം മുൻപ് സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പ് അരങ്ങേറ്റത്തിൽ ഗ്രൂപ്പിലെ 3 കളികളിലും പരാജയപ്പെട്ട ഖത്തർ ഒറ്റ ഗോൾ മാത്രമാണ് നേടിയത്. തുടർച്ചയായി 2 തവണ ഏഷ്യൻ കപ്പ് കിരീടം നിലനിർത്തിയ ഖത്തറിന് ആഗോള ഫുട്ബോൾ ഭൂപടത്തിൽ തങ്ങളുടെ മുദ്ര ചാർത്താനുള്ള വേദിയാണിത്. ഖത്തറിലെ പ്രധാന ഫുട്ബോൾ ക്ലബായ അൽ ദുഹൈൽ എസ്സിയുടെ താരമാണ് തഹ്സീൻ. ഖത്തർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന താരം. വളപട്ടണത്ത് മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും നെയ്മറിന്റെയും കട്ടൌട്ടുകൾക്കൊപ്പം തലപ്പൊക്കത്തിൽ തഹ്സീനുമുണ്ട്. നാട്ടിലെത്തുമ്പോഴൊക്കെ തഹ്സീൻ കളിക്കാറുള്ള വളപട്ടണം പഞ്ചായത്തിലെ തങ്ങൾ വയൽ മൈതാനത്ത് ഫ്ലക്സുകൾ നിറഞ്ഞുകഴിഞ്ഞു. സമീപ പ്രദേശങ്ങളിലും തഹ്സീന്റെ കട്ടൌട്ടുകൾ. വളപട്ടണം പഞ്ചായത്തിലെ മിനി കമ്മ്യൂണിറ്റി ഹാളിൽ മത്സരങ്ങൾ കാണാനായി 17 അടി നീളവും 8 അടി വീതിയുമുള്ള ബിഗ് സ്ക്രീനും ഒരുങ്ങി. പ്രദേശത്തെ വീടുകളും ക്ലബ്ബുകളും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ അലങ്കാരങ്ങൾ അണിഞ്ഞു. ഫിഫ ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളിയെ സംഭാവന ചെയ്ത നാടെന്ന പെരുമയോടെ വളപട്ടണം കാൽപന്തിന്റെ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്.